ഗാന്ധി സെൻറ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് യൂട്യൂബ് ചാനലായ സ്വദേശി GCRD ന്യൂസിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്വദേശി ഉൽപ്പന്ന നിർമ്മാണ രംഗവുമായി ബന്ധപ്പെട്ട സാധാരണഗതിയിൽ എല്ലാവരും വരുത്തിക്കൊണ്ടിരിക്കുന്ന പോരായ്മകൾ, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ള സ്വദേശി ടിപ്സ് എന്നുള്ള വീഡിയോ പരമ്പരയിലെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്നത്തെ ദിവസം ക്ഷണിക്കുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ജാതിക്കയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ വയറ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ജാതിക്കയുടെ നിന്നുണ്ടാക്കാൻ സാധിക്കുന്ന ഔഷധ വൈന് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്നും ഉള്ള കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് നമുക്കുണ്ടാക്കാൻ സാധിക്കുന്ന ഔഷധ ഗുണം ഉണ്ടാക്കാൻ സാധിക്കുന്ന വൈനുകളെക്കുറിച്ച്, മറ്റു വൈനുകളെക്കുറിച്ചൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. ഔഷധ ഗുണവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ആ രീതിയിലുള്ള വൈനുകളെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിലൊന്നാമത്തത് ഏതെല്ലാമാണ് പ്രധാനപ്പെട്ട വൈന് ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. 1 ചക്കയിൽ നിന്നുള്ള വൈന്, 2 ജാതിക്കയുടെ പുറന്തോടിൽ നിന്നുള്ള വൈന്, 3 പുളിഞ്ചിക്ക അല്ലെങ്കിൽ എലുമ്പിക്കയിൽ നിന്നുള്ള വൈന്. ഈ 3 വൈനുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ വീര്യം കൂട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. വീര്യം കൂട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാതിരുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇത് മരുന്നായിട്ട് നമ്മുടെ അസുഖങ്ങൾക്കുള്ള പരിഹാരമുണ്ടാക്കുന്നതിനുള്ള സാധനമായിട്ട്, ടോണിക്കായിട്ട് ഉപയോഗിക്കേണ്ട സാധനം എന്നുള്ള നിലയിലാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾക്ക് മാത്രമാണ് ഈ വൈനുണ്ടാക്കുന്ന കാര്യങ്ങൾ ഞാൻ ഊന്നൽ കൊടുത്തത്. അതുപോലെ തന്നെ 3 സാധനങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് സാധിക്കുന്ന 3 വൈനുകൾ മാത്രം. അതിൽ ആദ്യത്തെ വൈന് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ സൂചിപ്പിച്ചു. പുളിഞ്ചിക്കയിൽ നിന്ന് അല്ലെങ്കിൽ എലുമ്പിക്കയിൽ നിന്നുണ്ടാക്കാൻ സാധിക്കുന്ന വൈന് കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുന്നതിന് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന, ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുന്ന സാധനം എന്നുള്ള നിലയിലാണ് ഞാൻ പുളിഞ്ചിക്കയിൽ നിന്നുള്ള അല്ലെങ്കിൽ എലുമ്പിക്കയിൽ നിന്നുണ്ടാക്കാൻ സാധിക്കുന്ന വൈനിനെക്കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് ഇന്നിപ്പോൾ 2ാമത്തെ വൈന് ജാതിക്കയുടെ പുറന്തോടിൽ നിന്നുണ്ടാക്കാൻ സാധിക്കുന്ന വൈനാണ്. ജാതിക്കയുടെ പുറന്തോട് നമുക്കറിയാം, നമ്മളെല്ലാവരും വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുന്ന, വേസ്റ്റാക്കി കളഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ആ ജാതിക്കയുടെ പുറന്തോട് ഉപയോഗിച്ച് എങ്ങനെയാണ് ഔഷധ ഗുണമുള്ള വൈൻ ഉണ്ടാക്കാൻ സാധിക്കുന്നതെന്നും അതെന്തെല്ലാം കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്നുമുള്ള കാര്യമാണ് ഞാൻ ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ജാതിക്കയുടെ പുറന്തോട് അല്ലെങ്കിൽ ജാതിക്ക തന്നെ വളരെയേറെ ഔഷധ ഗുണമുള്ള സാധനമാണ്. അതിലെ പുറന്തോട് നമുക്ക് വൈനുണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചാൽ അത് നമ്മുടെ വയറ് സംബന്ധമായ ഒരുമാതിരിയുള്ള അസുഖങ്ങൾക്കെല്ലാം വളരെ പ്രയോജനമുണ്ടാക്കുന്ന, പരിഹാരമുണ്ടാക്കുന്ന ഒരു സാധനമായിട്ട് മാറുകയാണ്. ഉദാഹരണത്തിന് വയറ്റിലുണ്ടാകുന്ന പുളിക്കൽ, തികട്ടൽ, വല്ലാതെ വയറ് നിറഞ്ഞിരിക്കുന്ന, വയറ് കമ്പിക്കുന്ന ഒരു അവസ്ഥ, അതുപോലെ തന്നെ സാധാരണ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് മാറി മറ്റൊരു ഭക്ഷണം കഴിക്കുമ്പോൾ വയറ്റിലുണ്ടാകുന്ന അസ്വസ്ഥത, ചുരുക്കി പറഞ്ഞ വയറ് സംബന്ധമായ അസ്വസ്ഥതയ്ക്കെല്ലാം ഒരു നല്ല മരുന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന സാധനമാണ് ജാതിക്കയിൽ നിന്നുണ്ടാക്കുന്ന, ജാതിക്കയുടെ പുറന്തോടിൽ നിന്നുണ്ടാക്കാൻ സാധിക്കുന്ന ഔഷധ ഗുണമുള്ള വൈന്. ഇപ്പോൾ ഇത്തരത്തിലുണ്ടാക്കുന്ന വൈന് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതിലുപരിയായിട്ട് അത് നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ അസ്വസ്ഥതയ്ക്കും പരിഹാരമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മരുന്നായി മാറുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് നമുക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന, വളരെയേറെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന പോഷകമൂല്യമുള്ള ഒരു മരുന്നായിട്ട് മാറുകയാണ്. ഞാൻ സൂചിപ്പിച്ചു, വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ അസ്വസ്ഥതകൾക്കും സ്വാഭാവികമായിട്ട് അസിഡിറ്റി, ഗ്യാസ് ട്രബിൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം, നേരിയ തോതിലുള്ള വയറുവേദന, ആ രീതിയിലുള്ള അസുഖങ്ങൾക്കെല്ലാം ജാതിക്കയുടെ പുറന്തോടിൽ നിന്നുണ്ടാക്കുന്ന ഔഷധ ഗുണമുള്ള വൈന് അല്ലെങ്കിൽ ഔഷധ വൈന് നമുക്ക് വളരെയേറെ പ്രയോജനം ചെയ്യും. സാധാരണ വൈനുണ്ടാക്കുന്ന
രീതി ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണ് ജാതിക്കയുടെ പുറന്തോട് ഉപയോഗിച്ചും വൈൻ ഉണ്ടാക്കുന്നത്. 1 കിലോ ജാതിക്കയുടെ പുറന്തോട് എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഞുറുക്കി അത് 1 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് അതിലേക്ക് 3/4 കിലോ പഞ്ചസാര അല്ലെങ്കിൽ 3/4 കിലോ ശർക്കര ഇട്ട് നന്നായിട്ട് ഉടച്ചതിന് ശേഷം ആ സാധനം 5 ഗ്രാം ഈസ്റ്റ് കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന വൈന് ഈസ്റ്റ് ലായനിയിൽ കൂടി ഒഴിച്ച് 21 ദിവസം മൂടിക്കെട്ടി വെച്ച് അരിച്ചെടുക്കുന്ന രീതിയാണ് നമ്മൾ സാധാരണഗതിയിൽ വൈൻ നിർമ്മാണത്തിനായി ഉപയോഗപ്പെടുത്തുന്നത്. ഈ രീതിയിൽ നമ്മൾ വൈൻ ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിൻ്റെയും സാധനങ്ങളുടെയും അനുപാതം 1:1 ആണ്. എന്ന് പറഞ്ഞാൽ 1 കിലോ ജാതിക്കയുടെ പുറന്തോടെടുത്താൽ 1 കിലോ അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളമാണ് എടുക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് നന്നായിട്ട് ഉടച്ചാൽ മതി, അതല്ലാതെ മിക്സിക്കകത്തിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. മിക്സിക്കകത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മട്ടി അടിഞ്ഞു കിട്ടുന്നതിന് വളരെയേറെ സമയം പിടിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അത് നന്നായിട്ട് ഉടയ്ക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. തിളപ്പിച്ചിരിക്കുന്ന സാധനത്തിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ട് ശർക്കര ഇട്ട് ചെറുചൂടാകുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ചാൽ മതി. കൈ സ്റ്റെറിലൈസ് ചെയ്യുന്ന കാര്യത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇല്ല എങ്കിൽ ഫെർമെൻറ്റേഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അത് പൂത്തു പോകുന്ന ഒരു സാഹചര്യം പലർക്കും ഉണ്ടായി. പലരും ആ കാര്യം ശ്രദ്ധപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൈ സ്റ്റെറിലൈസ് ചെയ്യണം. കൈ സ്റ്റെറിലൈസ് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്ന വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 21 ദിവസം മൂടിക്കെട്ടി വെച്ചതിന് ശേഷം അത് തോർത്തിൽ അരിച്ചെടുക്കുകയാണ് വേണ്ടത്. തോർത്തും സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം. സ്റ്റെറിലൈസ് ചെയ്തിരിക്കുന്ന തോർത്തിൽ ഒരു പ്രാവശ്യം അരിച്ച് വെച്ച് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഡബിൾ ലെയർ അരിച്ച് നമുക്കത് കുപ്പികളിലാക്കി നിറച്ച് ഉപയോഗിക്കാം. വൈനായി കഴിഞ്ഞാൽ അത് എത്ര കാലം ഇരുന്നാലും അതിന് ഗുണം കൂടുന്നതല്ലാതെ അതിന് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ല. ഗുണം കൂടി അതിൻ്റെ രുചിയും അതുപോലെ തന്നെ അതിൻ്റെ ഔഷധ മൂല്യവും വർദ്ധിക്കുന്നു, പോഷകാംശം വർദ്ധിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടത്. യാതൊരു കാരണവശാലും വൈനായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സാധനങ്ങളൊന്നും കേടാകില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ജാതിക്കയുടെ പുറന്തോടിൽ നിന്ന് ഔഷധ വൈൻ ഉണ്ടാക്കുന്ന സമയത്ത് അതുകൊണ്ടുണ്ടാക്കുന്ന പ്രയോജനങ്ങളും അതുപോലെ തന്നെ അതെങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ള കാര്യം. കഴിക്കുന്ന കാര്യത്തിൽ ഞാൻ സാധാരണ രീതിയിൽ വയറ് അസ്വസ്ഥത ഉണ്ടാകുന്ന സമയത്ത് വയറ്റിൽ പുളിക്കൽ, തികട്ടൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വയറ് കമ്പിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് അത് 1 ഔൺസ് കുടിച്ചാൽ മതി. 1 ഔൺസ് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി അത് കഴിക്കാം. ബാക്കിയുള്ള സാധനം നമ്മൾ സൂക്ഷിച്ചു വെച്ചാൽ മതി. പിന്നീട് ഇതേ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നമുക്ക് വീണ്ടും അത് ഉപയോഗിക്കാം. അത് തുടർച്ചയായിട്ട് ദിവസങ്ങൾ കഴിക്കേണ്ട സാധനമല്ല. 1, 2, 3 പ്രാവശ്യം മാത്രം ഉപയോഗിച്ച് ബാക്കി വയ്ക്കുക. അത്രയും പ്രാവശ്യം ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വയറിലെ അസ്വസ്ഥത ഇല്ലാതാകും. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധനം എന്നുള്ള നിലയിൽ നമുക്ക് ജാതിക്കയുടെ പുറന്തോട് വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമായതുകൊണ്ട് വളരെ എളുപ്പത്തിൽ അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നുള്ള കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ ജാതിക്കയുടെ പുറന്തോടിൽ നിന്ന് വൈനുണ്ടാക്കുന്ന സമയത്ത് 1 കിലോയ്ക്ക് ഒരു 3-4 ജാതിക്കയും കൂടി അതിൻ്റെ അകത്ത് ഇടിച്ച് ചതച്ചിടുന്നത് നന്നായിരിക്കും വൈന് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ. അപ്പോൾ അതിൻ്റെ മെഡിസിനൽ വാല്യൂ കൂടും എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ഇന്നത്തെ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണമെന്നും അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെന്നും അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ബെല്ലൈക്കൺ അമർത്തണമെന്നും ഞാൻ നിങ്ങളോട് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.